ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു പുതിയ ഐറ്റമായിട്ടാണ്. നമുക്ക് സോപ്പ് എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. വെറും ഈ കറ്റാർവാഴ മാത്രം കൊണ്ട് നമുക്ക് എങ്ങനെ സോപ്പ് ഉണ്ടാക്കാം. കറ്റാർവാഴ മാത്രം വേറൊരു ഐറ്റം കൂടെ ഒരു സോപ്പും കൂടിയുണ്ട്. ഇത് രണ്ടും മാത്രം നമുക്ക് ഉപയോഗിച്ച് ഇങ്ങനെ ഒരു സോപ്പ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാനാണ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലകത്ത് എന്തെല്ലാം സംഭവിക്കുന്നു എന്ന് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് കുറച്ച് ഹെൽപ്പ് ആവുമല്ലോ എന്നും കൂടി ഞാൻ കരുതുകയാണ്. ഇത് 3 തണ്ട് കറ്റാർവാഴയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിലെ മുള്ളൊക്കെ കളഞ്ഞ് പച്ചയൊക്കെ കളഞ്ഞിട്ട് ജെല്ല് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ജെല്ലെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ആദ്യമേ ഞാൻ അതിൻ്റെ ചറയൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു കാരണവശാലും കറ്റാർവാഴ എടുത്ത ഉടനെ എടുക്കരുത്. കുറച്ച് നേരം ഒരു 2-3 മണിക്കൂറത്തേക്ക് നമ്മൾ എടുത്ത് അതിൻ്റെ മഞ്ഞച്ചറ കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ജെല്ലെടുക്കാൻ നിൽക്കാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ സ്കിന്നിനൊക്കെ ഒരു ചൊറിച്ചിലും ചിലർക്ക് അലർജിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുക. പിന്നെ ജെല്ല് ഇതുപോലെ ഒരു വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി എന്തെങ്കിലും ഒരു അലർജിയൊക്കെ ഉണ്ടാവണമെങ്കിൽ അതും ആ വെള്ളത്തിലൂടെ പൊയ്ക്കോളും, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഇതെല്ലാം കളഞ്ഞ് നല്ല ക്ലീനാക്കി എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം നിങ്ങളും മഞ്ഞക്കറ കളഞ്ഞതാണെങ്കിലും ഒന്ന് കുറച്ച് നേരം വെള്ളത്തിലും കൂടി ഇട്ടേക്കുക. പറയാൻ പറ്റില്ല, നമ്മുടെ സ്കിന്നിന് നമ്മൾ റിസ്ക് എടുക്കാൻ പാടില്ല. എന്തെങ്കിലും ചൊറിച്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ 4 എണ്ണത്തിൻ്റെ ഞാൻ കളഞ്ഞിട്ട് നമുക്ക് എടുക്കാം. സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ എടുക്കാവുന്നതാണ്. ഇതൊരു കയ്യിൽ കൊണ്ടോ അതോ കത്തി കൊണ്ടോ എങ്ങനെയാണെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാം. പെട്ടെന്ന് തന്നെ ശരിയാക്കി എടുക്കാം. പിന്നെ ഇത് 4 നമുക്കിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ എല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ പച്ച ഇതുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ പച്ച കളറിലെ സോപ്പാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊണ്ടോട് കൂടിയും അടിക്കാറുണ്ട്. അപ്പോൾ അത് ഞാൻ ആദ്യം നമുക്കിങ്ങനെ ചെയ്ത് നോക്കാം. സക്സസ് ആയെങ്കിൽ നമുക്ക് വീണ്ടും ഉണ്ടാക്കാമല്ലോ എന്ന് കരുതി അതിനെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ തരിതരികളൊക്കെ ഉണ്ടാവും നമ്മൾ അടിച്ചെടുക്കുമ്പോൾ. അപ്പോൾ ചെറിയ തരിതരൊന്നും ഉണ്ടാവാതിരിക്കാൻ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് പിയേഴ്സ് സോപ്പാണ്. പിയേഴ്സ് സോപ്പ് നല്ല കട്ടിയുള്ള ഒരു 100 ഗ്രാമിൻ്റെ 75 100 നടക്കുന്നില്ല. ഒരു നല്ല പിയേഴ്സ് സോപ്പ് എടുത്തിട്ടുണ്ട്. പിയേഴ്സ് സോപ്പ് ആകുമ്പോൾ വേറെ കെമിക്കലും ഒന്നും അധികമായിട്ടില്ലാത്തതുകൊണ്ട് അത് തന്നെ എടുത്തത്. നിങ്ങൾക്ക് ഏത് സോപ്പ് വേണമെങ്കിലും എടുക്കാം. പിയേഴ്സാണ് കുറച്ചുകൂടി ബെറ്റർ, അതുകൊണ്ടാണ് പിയേഴ്സ് എടുത്തത്. അപ്പോൾ ഇനി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. പിയേഴ്സ് സോപ്പ് നന്നായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്യണം. അപ്പോൾ ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടാക്കാൻ വെച്ചിട്ട് അത് ഇതിലൊരു പാത്രത്തിലാക്കി ഇതും ചൂടാക്കി. അപ്പോൾ ചൂടാകണ അനുസരിച്ച് മെൽറ്റായിക്കോളും. നേരിട്ട് ഗ്യാസിലേക്ക് വെക്കാതിരുന്നാൽ മതി. ഇതിപ്പോൾ ചെറുതായിട്ട് മെൽറ്റായി വരുന്നുണ്ട്. ഇനി നന്നായിട്ട് മെൽറ്റായി വരണം. ഇപ്പോൾ അത് ഏകദേശം മെൽറ്റായി തീരാറായി, ഫുൾ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഫുൾ മെൽറ്റായിട്ട് നമുക്ക് ഈ പാത്രം ഇപ്പോൾ നിങ്ങൾക്ക് ഈ പാത്രം വെച്ചിട്ട് അതിലേക്ക് തന്നെ വെക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് പുറത്തേക്ക് എടുത്തത്. അപ്പോൾ തന്നെ ഇത് നമുക്ക് എന്താണ് അരിച്ച് വെച്ചേക്കുന്നത്, കറ്റാർവാഴ ജെൽ അടിച്ച് വെച്ചിട്ടുണ്ടല്ലേ, അത് അപ്പോൾ തന്നെ ഒഴിച്ച് വെക്കുക. അല്ലെങ്കിൽ സോപ്പ് സെറ്റായി പോകും. അപ്പോൾ ചെറുതായിട്ട് സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ തണുത്തിരിക്കുകയല്ലേ, നമ്മൾ ചൂടല്ലല്ലോ കറ്റാർവാഴ, അതുകൊണ്ടല്ല നിങ്ങൾക്ക് ഡബിൾ ബോയിൽ ചെയ്യണ അതിലേക്ക് തന്നെ നമുക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ എനിക്ക് മറിഞ്ഞു പോകുമോ എന്നുള്ള പേടി കൊണ്ടാണ് ഞാൻ പുറത്തേക്ക് എടുത്തത്. അപ്പോൾ അതിന് സോപ്പിൻ്റെ മോഡൊന്നും എൻ്റെ കയ്യിലില്ല സോപ്പ് വെക്കാനുള്ള. അപ്പോൾ ഞാൻ ആദ്യം ട്രൈ ചെയ്ത് നോക്കണതാണ്. അപ്പോൾ മോഡൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലെ ചെറിയ പാത്രം കണ്ടേ അതിലേക്ക് ഒഴിച്ച് വെക്കുക. നമുക്ക് ട്രൈ ചെയ്ത് നോക്കണമല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ സെറ്റ് ആവുമോ എന്നൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് വേണം മോഡൊക്കെ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രത്തിൽ ഞാൻ ഒഴിച്ചു 3 പാത്രത്തിൽ ഒഴിച്ചാൽ മതിയെന്ന് എനിക്ക് തോന്നിയായിരുന്നു. കാരണം കുറച്ചുകൂടി കട്ടിക്ക് ഇരുന്നേനെ. ഞാനിപ്പോൾ 4 പാത്രത്തിൽ ഒഴിച്ചായിരുന്നു. അപ്പോൾ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റായിട്ട് നോക്കാട്ടെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ എനിക്ക് നല്ലപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എടുക്കുമ്പോൾ ഇതൊരു പെട്ടെന്ന് കൈ മുട്ടീന് കറുത്ത പാടാട്ടോ, വേറെ ഒന്നുമില്ല. ഇതുപോലെ നല്ല സെറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. കുറച്ചുകൂടി കട്ടിക്ക് വേണമെങ്കിൽ 3 പാത്രത്തിൽ ഒഴിച്ചാൽ മതി. 4 പാത്രത്തിൽ ഒഴിക്കണം നിർബന്ധമൊന്നുമില്ല. എല്ലാ സൈഡിലൊന്ന് പയ്യെ നെക്കി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ എല്ലാം ഊരിയെടുക്കാം നമുക്ക്. അപ്പോൾ എനിക്ക് 4ഉം ഇതുപോലെ നല്ലപോലെ സെറ്റാക്കി കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. അത് നമ്മൾ ഒരു സോപ്പല്ലേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. 2 സോപ്പൊക്കെ ഇടയ്ക്ക് നന്നായിട്ട് സെറ്റാവും തോന്നുന്നു. പക്ഷെ നല്ല സോപ്പ് എടുക്കുമ്പോൾ ഒരു 5 കറ്റാർവാഴ തണ്ടെങ്കിലും നന്നായി വലുതെടുക്കുക. അപ്പോൾ ഇത് നല്ലപോലെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് ഇച്ചിരി കൂടി കട്ടിക്ക് എടുക്കാമായിരുന്നു തോന്നി. 3 പാത്രത്തിൽ ഒഴിച്ചാൽ മതിയെന്ന് എനിക്ക് തോന്നിയായിരുന്നു സോപ്പ് കണ്ടപ്പോൾ. കാരണം ഒട്ടും കട്ടിയില്ലാതെ പോയ പോലെ തോന്നി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. പിന്നെ നമുക്ക് സോപ്പൊന്ന് കയ്യിലൊന്ന് പതിത്ത് നോക്കണ്ടേ. അപ്പോൾ നോക്കാട്ടെ, ഞാനൊന്ന് കയ്യിലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. സൈഡൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് കയ്യിൽ ഇട്ടിട്ടുണ്ട്.
അപ്പോൾ നല്ല പോലെ പത വരുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല സ്മെല്ലും ഉണ്ട്. പേഴ്സിൻ്റെ അതേ സ്മെല്ലൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. പിയേഴ്സ് സോപ്പും കറ്റാർവാഴ ജെല്ലും മാത്രമേ ഉള്ളൂ. പക്ഷെ അത്യാവശ്യം നല്ല സ്മെല്ലും നല്ല പതയൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കണ്ടാൽ ഇപ്പോൾ മനസ്സിലാവും. നല്ല പോലെ പതയുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആർക്ക് വേണമെങ്കിലും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വീട്ടിൽ എന്തായാലും വെറുതെ ഇരിക്കുമ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ കാര്യമാണ്. കറ്റാർവാഴയൊക്കെ ഇപ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടാവും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരുത് കേട്ടോ. അപ്പോൾ ഒരു പുതിയ വീഡിയോയിൽ കാണുന്നവർ ബൈ.